നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ പോകുന്ന പ്രൊഡക്റ്റ് എനിക്ക് 100% റിസൾട്ട് തന്നിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. നിങ്ങൾക്ക് ആക്നി ഉണ്ട്, പിമ്പിൾസ് ഒക്കെ വന്നും പോയി നിൽക്കുന്നവരാണ്, വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ്, സ്കിൻ ഒന്ന് ഡള്ളായിട്ട് നിൽക്കുന്നവരൊക്കെ ആണെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങളെ അടിപൊളിയായിട്ട് ഹെൽപ്പ് ആക്കും. എനിക്ക് നല്ല രീതിയിൽ തന്നെ റിസൾട്ട് തന്നിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണിത്. സോ നമുക്ക് വലിച്ചു നീട്ടാതെ പ്രൊഡക്റ്റിലേക്ക് കടക്കാം. അതിന് മുന്നേ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാം. നമുക്ക് പ്രൊഡക്റ്റ് ഏതാ നോക്കിയാലോ. ഇതൊരു ഫേസ് പാക്കോ ക്രീമോ സെറവോ ഒന്നുമല്ല, ഇതൊരു ജസ്റ്റ് ഒരു ഫേസ് വാഷ് ആണ്. നിങ്ങൾ ഞെട്ടിയോ? ഇതൊരു ഫേസ് വാഷ് ആണ് ഗൈസ്. അതാണ് നമുക്ക് ഇത്രയും അധികം റിസൾട്ട് തരുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മൾ എന്തായാലും ഫേസ് വാഷ് ഇട്ട് മുഖം കഴുകുന്നവരാണ്. അപ്പോൾ ഒരു ഫേസ് വാഷ് നമുക്ക് ആക്നിക്കും പിമ്പിൾസിനും വൈറ്റ് ഹെഡ്സിനും ബ്ലാക്ക് ഹെഡ്സിനും ഒക്കെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇതിൽ കൂടുതൽ വേറെ എന്താണ് വേണ്ടത്? ഞാൻ ഭയങ്കര ഹാപ്പി ആട്ടെ ഈ പ്രൊഡക്റ്റിൽ. അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് ഏതാണെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ സംഭവം, കണ്ടോ. ഇത് ഡോക്ടർ ഷോത്തിന്റെ നീം പ്ലസ് സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് ആണ്. ഈ ഒരു പ്രൊഡക്റ്റ് ആണ് എനിക്ക് ഇത്ര അടിപൊളി റിസൾട്ട് തന്നിട്ടുള്ളത്. ഇതിന്റെ പാക്കേജിങ് നോക്കാം. നോർമൽ ഒരു പാക്കേജിങ് നിങ്ങൾ കണ്ടില്ലേ, ട്യൂബ് പോലെ വരുന്നു. ജസ്റ്റ് തുറക്കാവുന്നുണ്ടോ. നോർമൽ ഒരു ഫേസ് വാഷ് എങ്ങനെയാണ് അതുപോലെ തുറക്കാം, ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമ്മുടെ സംഭവം വരും. അത്രയേ ഉള്ളൂ. പാക്കേജിനെ കുറിച്ച് പറയാൻ വേറെ സംഭവബഹുലമായ പാക്കേജിംഗ് ഒന്നുമല്ല, നോർമൽ പാക്കേജിംഗ് ആണ്. ഇതെൻ്റെ ഒരു 4-ാമത്തെയോ 5-ാമത്തെയോ ട്യൂബാണ് കേട്ടോ. ഞാൻ ഇതിന് മുന്നേ ഒരു 8 മാസമായിട്ട് ഞാൻ ഈ ഒറ്റ ഫേസ് വാഷാണ് ഉപയോഗിക്കുന്നത്. വേറെ ഒന്നും ഞാൻ മാറ്റാൻ പോലും എനിക്ക് തോന്നിയിട്ടില്ല. കണ്ട സെക്കൻഡ് ബോട്ടിലെ വായിച്ച് വെച്ചേക്കുവാണ്. മുമ്പത്തെ വന്നെങ്കിൽ യൂട്യൂബ് ചാനൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തൊന്നും വെച്ചിട്ടില്ല. അതൊക്കെ ഞാൻ ഓൾറെഡി കളഞ്ഞു, അതാ കാണിക്കാൻ പറ്റാത്തത്. സോ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് 1% സാലിസിലിക് ആസിഡ് ആണ്. പിന്നെ ആര്യവേപ്പില, നീം ഉണ്ട്, തുളസി ഉണ്ട്. ഇത് മൂന്നുമാണ് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. മെയിൻ കോമ്പിനേഷൻ ഇതാണ്. ഫുൾ ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് ഒക്കെ അവർ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് വായിച്ച് നോക്കണമെങ്കിൽ വായിച്ച് നോക്കാം. എല്ലാ കാര്യങ്ങളും അവർ പാക്കേജിങ്ങിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് വലിയൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് അറിയാമല്ലോ നമ്മുടെ സ്കിന്നിന് ഇതിൽ അലർജിറ്റിക് ആവോ ഇല്ലേ എന്നൊക്കെ നമുക്ക് ഐഡിയ കിട്ടാൻ അതൊക്കെ ഹെൽപ്പ് ആക്കും. ഇതിന് 100 ഗ്രാം പ്രൊഡക്റ്റിന് വരുന്നത് 300 ഓർ സംതിങ് ആണ്. 300 ബിലോ ആണ് എന്തായാലും. ഞാൻ സ്ക്രീനിൽ എവിടെയെങ്കിലും കാണിക്കാം. എക്സാക്ട് പ്രൈസ് എത്രയാണ് ഞാൻ സ്ക്രീനിൽ കാണിക്കാം കേട്ടോ. എക്സ്ഫോലിയേറ്റിംഗ് ഫേസ് വാഷ് ആണ്, നോർമൽ ഫേസ് വാഷ് അല്ല. നമ്മുടെ സ്കിന്നൊന്ന് എക്സ്ഫോലിയേറ്റ്, കാരണം 1% സാലിസിലിക് ആസിഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാമല്ലോ. ഇതൊരു എക്സ്ഫോലിയേറ്റിംഗ് ഫേസ് വാഷ് ആണ്, നോർമൽ ഫേസ് വാഷ് അല്ല. ഇനി ഇത് ആർക്കൊക്കെ ഉപയോഗിക്കാൻ നോക്കാം. ഇതെല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാം. ഓയിലി ആക്നി പ്രോൺ സ്കിൻ ഒക്കെ ആണെങ്കിൽ എന്തായാലും ഇഷ്ടപ്പെടും. അതേപോലെ എക്സ്ട്രീം ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾ അധികം യൂസ് ചെയ്യേണ്ട. മേ ബി യൂസ് ചെയ്യേണ്ടെന്നല്ല, അത്രയും തിക്കായിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കേണ്ടി വരും. കാരണം സ്കിൻ ഒന്ന് വലിയാൻ ചാൻസ് ഉണ്ട്. എൻ്റെ ഇത് ഡ്രൈ സ്കിന്നാണ്, പക്ഷെ എനിക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാക്കിയിട്ടില്ല. ഭയങ്കര ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കുന്നതായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷെ നല്ല ഡ്രൈ സ്കിന്നുകാർക്ക് മേ ബി ചിലപ്പോൾ ഒന്ന് ഡ്രൈ ഔട്ട് ആക്കും. അതുകൊണ്ട് നല്ലൊരു മോയ്സ്ചറൈസർ ഇട്ടാൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാട്ടോ, വേറെ ഒരു പ്രശ്നവും ഇല്ല. അപ്പൊ അതൊക്കെയുള്ളൂ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പറയാം. ഇനി എൻ്റെ എക്സ്പീരിയൻസ്, അതാണ് ഈ വീഡിയോയുടെ മെയിൻ. അത് നിങ്ങൾ കാണാതെ പോരുതട്ടാ. എനിക്കിതിട്ട് തോന്നിയ കാര്യങ്ങൾ നിങ്ങൾ കേൾക്കണം. ഫസ്റ്റ് തന്നെ നെറ്റിയിലെ തരിതരി പോലത്തെ കുരു, അതാണ് ഇതിന്റെ മെയിൻ സംഭവം. അത് മാറാൻ വേണ്ടിയിട്ട് എനിക്ക് പേഴ്സണലി അത് മാറാൻ നല്ല പാടാണ്. എനിക്ക് വേറെ എന്ത് വന്നാലും ഞാൻ സ്കിൻ കെയറും മറ്റതൊക്കെ ചെയ്യുമ്പോൾ എന്നെ മാറാറുണ്ട്. പക്ഷെ നെറ്റിയിൽ വരുന്ന തരിതരി പോലത്തെ കുരു മാറാൻ വേണ്ടി അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എൻ്റെ മുഖത്ത് നിന്ന് അത് പോകാറുള്ളൂ. ഞാൻ എന്ത് ചെയ്താലും അവർ പോകാറില്ല. അവർക്ക് തോന്നണം എൻ്റെ നെറ്റിയിൽ നിന്ന് അത് പോകണമെങ്കിൽ. അങ്ങനെയായിരുന്നു ഇത്രയും കാലം. പക്ഷേ ഇത് യൂസ് ചെയ്തിട്ട് ഫസ്റ്റ് എൻ്റെ മാറിയത് അതാണ്. നെറ്റിയിലെ തരിതരി പോലത്തെ കുരു നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കൂ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്യൂ, നല്ല രീതിയിൽ റിഡ്യൂസ് ആകും. ഞാൻ പറഞ്ഞല്ലോ 8 മാസം കറക്റ്റ് എനിക്കറിയില്ല, എന്തായാലും അത്രയും നാളായി ഞാൻ ഈ ഒരു പ്രൊഡക്റ്റാണ് യൂസ് ചെയ്യണം. പിന്നെ എനിക്ക് ഇതുവരെ നെറ്റിയിൽ തരി പോലത്തെ കുരു വന്നിട്ടില്ല. 100% ഞാൻ പറയാം. എനിക്ക് ആകെ 200 സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ. നിങ്ങളെ പറ്റിക്കേണ്ട കാര്യം എനിക്കില്ല, നിങ്ങളൊന്ന് വിശ്വസിക്കണം കേട്ടാ. പിന്നെ എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു തരി പോലത്തെ കുരു വന്നിട്ടില്ല. അതേപോലെ ആക്നീസ്, എനിക്കങ്ങനെ കണ്ടിന്യൂസ്ലി ആക്നി വരുന്ന ആളല്ല. മേ ബി പീരിയഡ്സിന്റെ സമയത്തായിരിക്കും 1-2 വരുന്നത്. പക്ഷെ അപ്പം നമ്മളിത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലല്ല 2 ദിവസം 3 ദിവസത്തിനുള്ളിൽ തന്നെ അത് സെറ്റിൽ ഡൗൺ ആവും. പെട്ടെന്ന് അത് മാറും. നമുക്ക് അത് മനസ്സിലാവും. ഇപ്പൊ ഇവിടെ എനിക്ക് ഇപ്പോൾ ഒരെണ്ണം വന്നിട്ടുണ്ട്. ഇത് ഇന്നലെയോ എന്തോ വന്നതാണ്. നല്ല വേദനയുള്ളൊരു കുരുവായിരുന്നു. ഞാൻ ഇത് യൂസ് ചെയ്താൽ പിറ്റേ ദിവസം തന്നെ ആ വേദനയൊക്കെ മാറി. അപ്പം തന്നെ 2 ദിവസം പോലും എടുക്കില്ല. നല്ല രീതിയിൽ മാറാൻ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതേപോലെ വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ് എനിക്ക് സിവിയർ ആയിട്ട് ഉണ്ടായിട്ടില്ല. കുറച്ചൊക്കെ ആണെങ്കിലും മൂക്കിൻ്റെ ഇവിടെ പിന്നെ ഇവിടെയൊക്കെയാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. അതും ഇത് യൂസ് ചെയ്യുമ്പോൾ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്തത് കൊണ്ട് മാറാൻ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് എന്തുകൊണ്ടും ഒരു ഫേസ് വാഷ് എന്ന നിലയിൽ ഇത്രയും കാര്യങ്ങൾ അവർ തരാമെന്ന് പറയുന്നത് വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. ഇതിൽ 10ൽ ഞാൻ 10 കൊടുക്കും. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. അത്ര സൂപ്പർ പ്രൊഡക്റ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ എന്തായാലും ഒരു വട്ടം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ സാലിസിലിക് ആസിഡിന്റെ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് പാച്ച് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാൻ. ഇതുവരെ യൂസ് ചെയ്യാത്തവരെ, അങ്ങനെയുള്ളവർ രാത്രി മാത്രം ആദ്യം യൂസ് ചെയ്യുക. പിന്നെ ഗ്രാജുവലി രാവിലെയും രാത്രിയാക്കി യൂസ് ചെയ്താൽ മതി. ഞാൻ രാവിലെയും രാത്രിയും ഒരേപോലെ ഉപയോഗിക്കുമായിരുന്നു. എനിക്ക് നല്ല റിസൾട്ടും കിട്ടിയിട്ടുണ്ട്. നമുക്കിതിന്റെ കൺസിസ്റ്റൻസി നോക്കാം. ഇതൊരു ജെൽ ടൈപ്പ് ഒരു മോയ്സ്ചറൈസർ ആയി നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇത്രയും എടുക്കണ്ടായിരുന്നു, കണ്ടോ.
ഒരു ജെൽ കൈൻഡ് ഓഫ് മോയ്സ്ചറൈസർ ആണ്. വെള്ളം ഉണ്ടെങ്കിൽ പതിയുള്ളൂ. പതിയുന്നുണ്ട് ഗൈസ്, വെള്ളം ഇല്ലെങ്കിലും പതിയും. ഓക്കെ, ഇതൊരു ജെൽ കൈൻഡ് ഓഫ് മോയ്സ്ചറൈസർ ആണ്. കണ്ടോ, ഇങ്ങനെയാണ് ഇതിന്റെ കൺസിസ്റ്റൻസി. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു തുള്ളി മതി, നമ്മൾ കുറേ വലിച്ചു വാരിയൊന്നും എടുക്കണ്ട, ഒറ്റ തുള്ളി മതി. എൻ്റെ ഫേസ് നിങ്ങൾ കാണാമല്ലോ, അതല്ല അത്യാവശ്യം വലിയ ഫേസാണ്. എൻ്റെ ഫേസിന് ആ ഒരൊറ്റ തുള്ളി മതി, നല്ലോണം ഇത് പതയും, നല്ല രീതിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പം അത്രയ്ക്കുള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റും ചെയ്തോളൂ. നിങ്ങൾ ഇതിന് മുന്നേ ഇത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ഇനി ഉപയോഗിക്കാൻ പോകുന്നവരാണെങ്കിൽ ഉപയോഗിച്ചിട്ടുള്ള റിസൾട്ട് എന്തായാലും എൻ്റെ വീഡിയോയുടെ അടിയിൽ അത് കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ.